നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സംഗതി മിച്ചൽ സ്റ്റാർക്ക് ഇപ്പോൾ മികച്ച ഫോമിലൊക്കെ ആയിരിക്കും. പക്ഷേ കിങ് കോഹ്ലിക്കെതിരെ IPL അദ്ദേഹത്തിൻ്റെ കണക്ക് അത്ര മികച്ചതല്ല. സ്റ്റാറ്റ്സ് ദാറ്റ്സ് മാറ്റർ. ഈ കളിക്ക് മുമ്പ് RCB വേഴ്സസ് DC മത്സരത്തിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കണക്കുകളുണ്ട്. കളി കാണുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി അറിയാമെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിലൊന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. വിരാട് കോഹ്ലി മുമ്പെന്നത്തേതിനേക്കാളും ഹാർഡറായിട്ട് ഇപ്പോൾ പവർ പ്ലേയിൽ കളിക്കുന്നുണ്ട്. 2024 IPL മുതൽ അദ്ദേഹം ഫസ്റ്റ് 10 ബോൾസിൽ IPL അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് 10 ബോൾസിൽ 162 സ്ട്രൈക്ക് റേറ്റിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ അതിന് മുമ്പുള്ള സീസണുകൾ 2 സീസണുകൾ നോക്കുമ്പോൾ 122 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. അതിലുള്ളൊരു ഷിഫ്റ്റ് നിങ്ങൾ നോക്കണേ. അദ്ദേഹം ആക്സലറേറ്റ് ചെയ്താണ് ഇപ്പോൾ തുടങ്ങാറുള്ളത്. അതുകൊണ്ട് തുടക്കത്തിൽ കോഹ്ലി നേരിടുന്ന 10 പന്തുകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. കിടിലൻ അടിക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി സ്റ്റാർക്കിൻ്റെ കാര്യം. സ്റ്റാർക്ക് വേഴ്സസ് കോഹ്ലി 19 പന്തുകളാണ് IPL ഇതുവരെ സ്റ്റാർക്ക് കോഹ്ലിക്കെതിരെ എറിഞ്ഞിട്ടുള്ളത്. 200 മുകളിലാണ് സ്ട്രൈക്ക് റേറ്റ്. 40 റൺസ് അടിച്ചിട്ടുണ്ട്. ഒറ്റ തവണ പോലും സ്റ്റാർക്കിന് കോഹ്ലിയെ IPL പുറത്താക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ DCയുടെ വജ്രായുധം തുടക്കത്തിൽ പന്തെറിയാൻ വരുന്ന സ്റ്റാർക്കിന് കോഹ്ലിക്കെതിരെ അത്ര മികച്ച റെക്കോർഡല്ല എന്നുള്ളത് ഒരല്പം അവരെ ചിന്തിപ്പിക്കുന്ന കാര്യമായിരിക്കും. ഇനി ഭുവിയുടെ കാര്യം. 73 വിക്കറ്റുകളാണ് അദ്ദേഹം IPL പവർ പ്ലേയിൽ എടുത്തിട്ടുള്ളത്. ബോൾട്ട് രണ്ടാമതേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ബോൾട്ടിന് 64 വിക്കറ്റുകളാണ്. ഭുവിക്ക് 73, ബോൾട്ടിന് 64. ഇനി നോക്കുക, 200 റൺസെങ്കിലും അറ്റ്ലീസ്റ്റ് അടിച്ചിട്ടുള്ളവരെ കണക്ക് നോക്കുമ്പോൾ ഫ്രേസർ മക്കാർക്കിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 205. അതാണ് IPL 2025 ഹയസ്റ്റ് പവർ പ്ലേ സ്ട്രൈക്ക് റേറ്റ്. DCക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണക്കാണ്. ദെൻ അക്സർ വേഴ്സസ് RCB മിഡിൽ ഓർഡർ. അത് ഈ കളിയിലൊരു കിടിലൻ കോണ്ടസ്റ്റ് ആയിരിക്കും. കാരണം ജിതേഷ് ശർമ്മയെ 3 ഇന്നിങ്സിൽ നിന്ന് 2 തവണ അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്. ടിം ഡേവിഡിനെ 8 T20 മത്സരങ്ങളിൽ നിന്ന് 2 തവണ അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്. അവരുടെ സ്ട്രൈക്ക് റേറ്റ് അക്സറിനെതിരെ എന്ന് പറയുന്നത് 87ഉം 81ഉം റെസ്പെക്റ്റീവ്ലി വളരെ ചുരുക്കമാണ് എന്നർത്ഥം. മാത്രമല്ല ഈ കളിയിൽ അല്ലെങ്കിൽ ഇപ്പം രജത് പട്ടീദാർ കിടിലൻ സ്പിന്നറെ അടിച്ച് പരത്തുന്നയാളാണ്, സമ്മതിച്ചു. ജിതേഷ് ശർമ്മയും അങ്ങനെയാണ് കണക്കാക്കുന്നത്. പക്ഷേ അക്സറിനെതിരെ കണക്ക് നല്ലതല്ല. ഇപ്പം കുൽദീപ് യാദവും അക്സറും ഒക്കെ ചേർന്ന് എറിയുമ്പോൾ ടിം ഡേവിഡും ലിയാം ലിവിങ്സ്റ്റണും ഒക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി അവിടെയുണ്ട്. എനിവേ, ഇത് കളി കാണാനിരിക്കുമ്പോൾ കോഹ്ലി വേഴ്സസ് സ്റ്റാർക്ക് പോരാട്ടം നിങ്ങൾ ശ്രദ്ധിക്കണം. കോഹ്ലി ഫേസ് ചെയ്യുന്ന ആദ്യത്തെ 10 പന്തുകൾ നമ്മൾ കാണാൻ ഒരിക്കലും വിട്ടുപോകരുത്. ഭുവിയുടെ പവർ പ്ലേയിലെ ബൗളിങ്, അതുപോലെ തന്നെ അക്സർ പട്ടേലിൻ്റെ RCB മിഡിൽ ഓർഡറിനെതിരെയുള്ള പ്രകടനം എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ആവേശത്തോടു കൂടി കളി കാണാനിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.